എന്തൊക്കെ കൃഷിയുള്ളത്? എനിക്ക് സർക്കാർ പറഞ്ഞ പോലെ 65 സെന്റ് സ്ഥലമുണ്ട്. പിന്നെ ഒരു 16 തെങ്ങുണ്ട്, 7 പ്ലാവ്, 5 മാവ്. പിന്നെ ടെറസിന്റെ മുകളിൽ വൈഫ് വെണ്ടയും മുളകും വഴുതനയൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടനല്ലേ മറ്റേ മണലിന്റെ കച്ചവടമൊക്കെ ഉള്ളേ? മേഡം, അത് മണൽ കൃഷി അദ്ദേഹം സൈഡ് വെറുതെ ചെയ്യണം, നേരം പോക്കിന് ചെയ്യണതാണ്. ഞാനിവിടെ ഉണ്ട്, ഗമയിൽ കയറി പോണോണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാം. പൊതുപ്രവർത്തകൻ. BPL കാർഡാണുള്ളത്. അതെ, കണ്ടറിഞ്ഞൂടെ? അല്ല, ഈ മണൽ കച്ചവടമൊക്കെ ഉണ്ടായിട്ടും. അല്ല, അതെന്തിനാ അറിയണ? അത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അല്ലേ, അവർക്കറിയാം എനിക്ക് വരുമാനമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ശരിയേട്ടാ. അയ്യോ, ആ ഒറിജിനൽ റേഷൻ കാർഡ് ഇങ്ങോട്ട് തരുമോ? ഫോട്ടോസ്റ്റാറ്റ് പോലെ. ഈ മാസം അരി മേടിച്ചിട്ടില്ലേ? ശരി. എപ്പോഴും പ്രായമാണല്ലേ. അല്ല, അതെ പശു പ്രസവിച്ചിട്ട് ആ കുട്ടിയെ ആശുപത്രി കൊണ്ടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇവിടെ 6000 രൂപയുടെ അല്ലേ? ആ 6000 രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഇവരൊക്കെ ഈ വരി നിക്കണത്. അതിന്റെ അവസാനം പോയി നിക്കി. അതെ കുട്ടി, അതിപ്പോ അവരൊന്നും സ്ഥിതിഗതിയല്ല എന്റെ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പശു പ്രസവിച്ചിട്ടേ ആ കുട്ടിക്ക് തീരെ സുഖമില്ല, അത് കുഴഞ്ഞു വീണു. അപ്പൊ ആശുപത്രി കൊണ്ടാ എന്റെ പൊന്നേട്ടാ, എല്ലാവർക്കും ഇതുപോലത്തെ അത്യാവശ്യമുണ്ട്. ഞങ്ങൾ ഇവിടെ രാവിലെ തൊട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക, ഒന്ന് അങ്ങോട്ട് ചെല്ല്. അല്ല, ഇപ്പൊ ഞാൻ എനിക്കൊന്നും വേണ്ട, ബേബി അപേക്ഷ അങ്ങോട്ട് തരാ, അപ്പൊ ഒന്ന് പാസ്സാക്കി തരാം. അല്ല ഇപ്പൊ വേറെ പതില്ല, ഞാനൊക്കെ കൊണ്ടാ മതി കഥ പറഞ്ഞു. അതുകൊണ്ടാണ് നടക്കാൻ വേറെ ആൾക്കാരൊന്നും. ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് വായിക്കട്ടെ. ആ, ഇത് ചേട്ടന് കിട്ടില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? ഇത് ചേട്ടന് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന്. എന്താ കാരണം? മുതൽ കിട്ടിയ എന്റെ അപേക്ഷ സ്വീകരിച്ചല്ലോ. എന്താ വർത്താനം പറഞ്ഞ? എന്നെക്കാൾ മെച്ചത്തിന് കഴിയുന്ന ആൾക്കാരാണ് അവരൊക്കെ. എനിക്ക് ഈ കൃഷിപ്പണി അല്ലാണ്ട് വേറൊരു പരിപാടി ഇല്ല. ചേട്ടൻ ഞാൻ പറഞ്ഞില്ല ഇത് നടക്കില്ലാന്ന്. ശീതളിനെ എനിക്കറിയാം. അയാൾക്ക് വാഴത്തോട്ടുണ്ട്, പശുണ്ട്, ആടുണ്ട്, താറാവുണ്ട്, നല്ലൊരു കർഷകനാണ് അയാള്. അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞൊന്നും അല്ല. എനിക്ക് എല്ലാ പേപ്പറും ഉണ്ടെങ്കിൽ അതിന് അർഹതയുള്ള ആളാണെന്ന് പറയായിരുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ബാങ്കിലുള്ള ആൾക്കാരൊന്നല്ല, നമ്മൾ ഈ മണ്ണിൽ പണിയെടുത്തിട്ട് മാത്രമുള്ള വരുമാനമേ ഉള്ളൂ. ചേട്ടാ ഇത് നടക്കില്ല ചേട്ടാ. എന്താ അങ്ങനെ പറയണ? മുതലാളി ഒന്ന് ആള് പോയാ. ഹലോ, അല്ല എന്താ പറയാ സാറേ? സാറേ എന്താ കാര്യം അറിയോ? ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു മിനിറ്റ് മുണ്ടാണ് സാറേ, ആള് തിരക്ക് പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇപ്പൊ വരാം. അത് സാറ് അവിടെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മളൊരാൾ പണിയെടുത്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഗതിയുള്ള ആൾക്കാരൊന്നല്ല ഈ കൃഷിപ്പണി ചെയ്തിട്ടാ അന്ത്യോളം ഈ കൃഷിപ്പണി ചെയ്തിട്ടാണ് ജീവിതം ഇതുവരെ. ഇനി കാര്യം മാത്രം പറ. അതെ, അപ്പൊ അതിനെ പറഞ്ഞ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ 6000 രൂപ ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഈ കൃഷിക്കാർക്ക് കൊടുക്കേണ്ടത് അതൊക്കെ അധികമാണ്. അതെ, എന്താ ആവശ്യം എന്താന്ന് പറയൂ. അപ്പൊ അത് ആ ആവശ്യം ഇപ്പൊ നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണോ? അപേക്ഷ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇതിലിപ്പോ നിങ്ങളുടെ പേരിൽ 4 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ? അതെ, 4 സെന്റ് സ്ഥലമല്ലോ. പിന്നെ എവിടെ നിങ്ങൾ കൃഷി ചെയ്യണത്? അതിൽ വീട് നിൽക്കുന്നുണ്ട്. എന്ത് വർത്താനം പറയുമ്പോ ഈ 4 സെന്റ് സ്ഥലത്തല്ലോ കൃഷി നടത്തുക. ഇപ്പൊ സാറിന് അറിയണ കാര്യല്ലേ, നമ്മളെ ഏക്കറക്കണക്കിന് സ്ഥലത്ത് കൃഷി നടത്തുന്ന ആളാണ്. പാട്ടത്തിന്റെ സ്ഥലം എടുത്തിട്ട് അതിന്റെ അപ്പുറത്തും പരിസരങ്ങളിലൊക്കെയാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. എന്താ അപേക്ഷിക്കാൻ പറ്റില്ല? അതായത് മറ്റുള്ള ആളുകളുടെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിച്ചൂടാ. സാറപ്പത് അങ്ങനെ പറയുമ്പോ സാറത് കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള ധനസഹായമാണെങ്കിൽ ഞങ്ങളെ പിള്ളേർക്ക് സാറിനാവും. ഇപ്പൊ ഏത് കൃഷിക്കാരെ സ്വന്തമായിട്ട് ഭൂമി വെച്ചിട്ട് കൃഷി ചെയ്യണത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. സാറെ 4 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. അതിന്റെ അടച്ച രസീത്. ഇതിന് അപേക്ഷിക്കണമെങ്കിൽ ചുരുങ്ങിയത് 10 സെന്റ് സ്ഥലമെങ്കിലും നിങ്ങൾക്ക് അതുണ്ടോ? അത് പാരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു. സാറിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആര്? ഞാനോ? സാറപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൃഷിക്കാർക്ക്
കൊടുക്കാനുള്ള ധനസഹായമാണ്. പേര് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ 4 ഏക്കർ 94 സെന്റ് വരെയുള്ള ആൾക്കാർക്ക് ഇത് സഹായം കൊടുക്കാം. കുറവ് സ്ഥലം എത്രയൊന്നും പറഞ്ഞിട്ടില്ല. എന്താ താപ്പ് എന്നെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ? സാറിന് പഠിപ്പിക്കല്ല, സാറിന് അത് പറഞ്ഞപ്പോ കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ലോ. സുഹൃത്തെ, നിങ്ങളോട് വെറുതെ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയം, ഒരുപാട് ജോലി തിരക്കുകളുണ്ട് ഇവിടെ. അപ്പൊ അതന്നെ പറഞ്ഞു, ഞങ്ങൾക്കും സമയമുള്ള ആൾക്കാരല്ലേ സാറാ, ഞങ്ങൾ കൃഷിപ്പണിയാന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കുറെ സമയമൊന്നും താനൊന്ന് എഴുന്നേറ്റ് പോവോ? നാളെ മറ്റെങ്ങനെ ബാപ്പ നോക്കാം. അങ്ങനെ നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ സാറേ 10 പശുണ്ട്, അതിന്റെ ചാണകം വരണം, അതിന്റെ പാല് കറക്കണം, അത് കഴിഞ്ഞ് സൊസൈറ്റി കൊണ്ട് കൊടുക്കണം, 100 കൂട്ടം പണിയുണ്ട്, വാഴ കടക്കണം. ഇതൊക്കെ ആര് ചെയ്യാ? ഇതൊക്കെ ഞങ്ങൾ ഈ ജാതി പണിയുടെ ഇടയിൽ തന്നെയാണ് ഓഫീസിൽ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വരുന്നത്. അല്ല, അതാണ് പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ വെറുതെ കെട്ടിത്തിരിഞ്ഞ് നിൽക്കാൻ സമയമില്ലാന്ന്. ഇല്ല, അപ്പൊ അതിനെ പറഞ്ഞ് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അർഹതയുള്ള ആൾക്കാർ ഞങ്ങളാണ് സാറേ, കൃഷിക്കാരാണ് ഇതിന് അർഹതയുള്ളത്. ഇത് എന്റെ പൊന്ന് ചാതി, ഞാൻ കൊടുക്കണമെന്നും അല്ലല്ലോ. അല്ല, ശരി തന്നെയാണ്, ഗവൺമെന്റ് കൊടുക്കേണ്ടത്, നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരത് വരില്ല, അതിന് നിങ്ങളൊക്കെ പണി. അല്ല, ഇപ്പൊ എന്താ വർത്താനം പറഞ്ഞത്? ഈ ആദ്യം ആൾക്കാരെ 10 പൈസ കിട്ടണമെങ്കിൽ കാലത്ര കഴിയും. ഇപ്പൊ ഗവൺമെന്റ് സ്വർണ്ണം കൊടുക്കണം പറഞ്ഞത് ആൾക്കാരെ കൊടുക്കണം, ഈ ആദ്യം ആൾക്കാരെ ഉദ്യോഗസ്ഥർ. ആ എല്ലാരും വരാന്നൊക്കെ പറഞ്ഞേ. ഇല്ലില്ല, ഡിഗ്രിക്കാര് മാത്രമേ ഉള്ളൂ. ആ ഇപ്പൊ എല്ലായിടത്തും അലൂമിനിയം മീറ്റിംഗ് അല്ലേ. പിന്നല്ല, ചിക്കൻ കറി എന്തായാലും വേണം. ആ ഞാൻ പിന്നെ വിളിക്കാട്ടോ. അത് കൃഷിക്കാർക്കുള്ള സഹായം പറഞ്ഞ കാര്യമുണ്ടാ. ഇപ്പൊ കാലം കുറെ ഈ പരിപാടികളായിട്ട് നടക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥർ എന്നവരെ കൃഷിക്കാർക്കും സഹായം ചെയ്തിട്ടില്ല. ഇതിപ്പോ ഈ 6000 ഉറുപ്പിക്ക് വേണ്ടിട്ട് 10000 പടിയായിട്ട് കയറി ഇറങ്ങണം. എന്താ ഈ ആദ്യം ആൾക്കാരെ പറയണത്? വല്ല 10 വയസ്സിക്ക് ഗുണമുണ്ടായിട്ടോ ഈ ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട്. എന്താ മണ്ടത്? ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഓടിക്കും. മിണ്ടല്ലേ, മറ്റേ അയാള് വരണുണ്ട്. ആര്? ആ വാ തുറന്ന് അടയ്ക്കാത്ത ആളില്ലേ, കല 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 എന്ന് പറയണേ. ഓ, എന്റെ അമ്മ മറ്റേ കൊപ്പറേറ്റർ മെഷീൻ. അയാൾ തന്നെയുണ്ട്. അതെ, ഞാൻ ഇവിടെ അല്ലെന്ന് പറഞ്ഞു. ശരിയാവില്ല, സാറിന് മാത്രമേ അയാളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനേ ആ 10 സെന്റ് താഴെയുള്ളവരുടെ അപേക്ഷ സ്വീകരിക്കുന്ന കാര്യം ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. അത്രയും നേരം സാർ ഒന്ന് മാനേജ് ചെയ്യണേ കേട്ടോ. അതന്നെയാണ് ഇപ്പൊ ചർച്ച. അതാ വന്നു. അല്ല, ഇപ്പൊ വരും അവിടെ നിന്നും കാര്യങ്ങളുണ്ടേ, അതുകൊണ്ടാണ്. സാറേ നോക്കൂ, തനിക്ക് സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ ഉള്ള ആളാണ് ഈ നക്കാപ്പിച്ച പൈസക്ക് വേണ്ടി വരുന്നത്. ഇതെന്റെ മോളുടെ, അതെന്റെ അല്ല. ഞാൻ സാറിന് ഓക്കെ, എന്റെ ഞാൻ കൃഷിപ്പണിയാണ് സാറ്. 10 പശു, അതിനുള്ള തൊഴുത്ത് കാര്യങ്ങള്, ചീര കൃഷി, ആട്, താറാവ്. സാറ് എന്നെ നോക്കാണ്ട് തിരിക്കാൻ നോക്ക്. അതാ ഈ ഭാഗം സകല സംഗതികൾ ഒറ്റയ്ക്ക് ഞാൻ. അപ്പൊ ഞാൻ ഒരു കൃഷിക്കാരനാണോ അല്ലെന്ന് സാറ് നേരത്തെ സംശയം പറഞ്ഞില്ല. ആ സംശയം തീർക്കാൻ വേണ്ടിട്ട് മൊബൈൽ എടുത്തോണ്ട് പോയി. ഇതിപ്പോ ഈ ഫോണിൽ കാണിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങളുടെ അല്ലാന്ന് വേണമെങ്കിൽ എനിക്ക് പറയാ. ഇനിയിപ്പൊ അതൊക്കെ നിങ്ങളുടെ ഞാണെന്ന് വെക്കില്ലാണല്ലോ. ശരിയാണ്, പക്ഷെ ഈ കൃഷിസ്ഥലം നിങ്ങളുടെ അല്ലല്ലോ സാറിപ്പോ. ഞാൻ ഈ കൃഷി ചെയ്യണ ഏക്കറക്കണക്കിന് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ കാശ് തരണ്ട. അത് പറ്റില്ല. എനിക്ക് 4 സെന്റ് സ്ഥലം, അതിലൊരു വീടുണ്ട്, അതിന്റെ കരടച്ച രസീതിയാണത്. ഇതിന്റെ കണക്കിന് എനിക്ക് തന്നാൽ. എന്റെ പൊന്നു സുഹൃത്തെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് 4 സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടുമല്ലേ ഉള്ളൂ. അവിടെ നിങ്ങൾ എവിടെ കൃഷി ചെയ്യും? ബാത്റൂമിൽ ചെയ്യോ, അടുക്കളയിൽ ചെയ്യോ, അതോ ബെഡ്റൂമിൽ ചെയ്യോ? സാറ് ചുരുക്കം പറഞ്ഞതല്ല സുഹൃത്തെ, ഞാൻ തരില്ല എന്നല്ല, നിങ്ങൾക്ക് അതിനുള്ള അർഹത ഇല്ല. എങ്ങനെയാ കൃഷി ചെയ്ത സ്ഥലമൊക്കെ കാണിച്ചാൽ സാറിന് ഇല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഓക്കെ, ഇത് ഞാൻ ഈ സംഭവം എനിക്ക് കിട്ടില്ല ചെയ്യേ. ഞാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് പറഞ്ഞാൽ ഞാൻ പരാതി കൊടുക്കുക. ഈ അപേക്ഷ സാറ് സ്വീകരിച്ചില്ലെങ്കിൽ സകല ചാനലിൽ ഞാൻ കയറി. ചെയ്യണം. കൃഷിക്കാരനാ.